all, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ, ട്യൂറിംഗ് മെഷീൻ്റെ പല വേരിയേഷൻസ്, അതുപോലെ റിക്കേഴ്സീവ് ആൻഡ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ്, ചോംസ്കി ആൻഡ് ഹൈറാർക്കി അല്ലെങ്കിൽ ചോംസ്കി ഹൈറാർക്കി, അതുപോലെ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ LBA ആസ് എ റിസ്ട്രിക്റ്റഡ് TM. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. നമ്മൾ ട്യൂറിംഗ് മെഷീൻ എന്താണെന്നുള്ള കാര്യം നോക്കിയിരുന്നു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ കുറച്ച് വേരിയേഷൻസ് ആണ്. റൈറ്റ്, സോ നമ്പർ 1, മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. ദറ്റ് മീൻസ് നമുക്ക് ഇതുവരെയും നമ്മൾ ഒരു സിംഗിൾ ടേപ്പ് ആണ് യൂസ് ചെയ്തത്, അതിന് ഇൻഫിനിറ്റ് സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ വേരിയേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേപ്പ് യൂസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ഓബ്വിയസ്ലി 2 ടേപ്പ് ഉണ്ടെങ്കിൽ 2 മാർക്കർ ഉണ്ടാവും. ഓൾറൈറ്റ്, സോ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൽഗോരിതത്തെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ കുറച്ചുകൂടെ പവർഫുൾ ആയി മാറുന്നത്. So you can see a multi-tape Turing machine is an extension of the standard Turing machine where multiple tapes are available for input, output and computation. Okay, simple. Each tape has its own read-write head and the machine's transition function is based on the current state and the symbols read by each head. Quite simple. All right. So the problem of checking if a binary string is a palindrome or not. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? You can see 101100. So 101100. So നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും സപ്പോസ് നമുക്ക് പാലൻഡ്രോം ചെക്ക് ചെയ്യണം. പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നമ്മുടെ DAD, റൈറ്റ്, നമ്മൾ ഇവിടെ നിന്ന് വായിച്ചാലും നമ്മൾ അതിനെ തിരിച്ചിട്ടാലും എന്തായിരിക്കണം? സെയിം തന്നെ വരണം. അപ്പൊ ഇങ്ങനത്തെ അൽഗോരിതത്തെ നമുക്ക് ഈ മൾട്ടി ടേപ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? യു ക്യാൻ സി, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെയാണ് നമുക്ക് സപ്പോസ് പാലൻഡ്രോം ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ പർട്ടിക്കുലർ ഇത് മൾട്ടി ഹെഡ് ആണല്ലോ, മൾട്ടി ടേപ്പ് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ടേപ്പിലെ ഹെഡർ നമ്മൾ ഇവിടെ കൊടുക്കും. രണ്ടാമത്തെ ടേപ്പിൽ നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ഹെഡർ ഇവിടെ കൊടുക്കും. നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? സപ്പോസ് നമ്മുടെ സ്ട്രിങ് ഇതാണ്. ഓൾറൈറ്റ്, നമ്മുടെ സ്ട്രിങ് 101100 ആണ്. ഇത് പാലൻഡ്രോം ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. റൈറ്റ്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഹെഡർ ഇവിടെ അല്ല, ഇവിടെ നമ്മൾ തുടങ്ങുവാണ്. ഓൾറൈറ്റ്, നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് തുടങ്ങുവാണ്. നമ്മൾ ഇത് ടേപ്പ് നമ്പർ 1, ഇത് ടേപ്പ് നമ്പർ 1, ഇത് ടേപ്പ് നമ്പർ 2 ആണ്. അപ്പൊ ഇതിന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യും, മറ്റേ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്യും. ഓൾറൈറ്റ്, സോ നമ്മൾ സപ്പോസ് 101, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 101 നമ്മൾ ഇവിടെ എഴുതി. ആൻഡ് നമ്മൾ പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചെഴുതിയാലും ഒരുപോലെ ഇരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം വായിക്കുന്നു, മറ്റേ നമ്മൾ ഇവിടെ നിന്ന് വായിക്കുന്നു. റൈറ്റ്, അപ്പോ ഇതും കമ്പയർ ചെയ്യുന്നു, അടുത്ത സ്ട്രിങ്ങും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ബ്ലാങ്ക് വരുന്നവരെ നമ്മൾ കമ്പയർ ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയ സെയിം തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പാലൻഡ്രോം ആണെന്ന് പറയും. സോ ഇത് സിംഗിൾ ട്യൂറിംഗ് മെഷീൻ വെച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. റൈറ്റ്, സോ ഇങ്ങനത്തെ അൽഗോറിതംസിൽ നമുക്ക് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനെ യൂസ് ചെയ്യാം. അതാണ് ഇവിടെ 2 ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ക്യാൻ സോൾവ് ദിസ് ബൈ കോപ്പിംഗ് ദി ഫസ്റ്റ് കാര്യം തന്നെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദ പ്രോസസ് ഇൻവോൾവ്സ് ഫസ്റ്റിന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് സെക്കൻഡ് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യും. ദെൻ എല്ലാ കറസ്പോണ്ടിങ് സിമ്പിൾസ് മാച്ച് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പാലൻഡ്രോം ആണ്. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ആവും. റൈറ്റ്, അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ട്യൂറിംഗ് മെഷീൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതൊരു വേരിയന്റ് ആണ്. അടുത്ത വേരിയന്റ് നമുക്ക് നോക്കാം, മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീൻ. മൾട്ടി ടേപ്പും മൾട്ടി ഹെഡും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെ ഒരു ടേപ്പേ കാണുള്ളൂ, പക്ഷെ ഒന്നിൽ കൂടുതൽ ഹെഡ് ഉണ്ടാവും. ഓൾറൈറ്റ്, സംതിങ് ലൈക്ക് ദിസ്. A single tape is used, but it has multiple read-write heads. So these heads can independently read and write symbols, enabling the machine to perform complex tasks more efficiently. That means ഒന്നിൽ കൂടുതൽ ഹെഡർ ഉണ്ട്. റൈറ്റ്, അപ്പൊ നമ്മൾ ഫൈനൈറ്റ് കൺട്രോൾ ഇവിടെ നിൽക്കാം. ഇവിടെ ഒന്നിൽ കൂടുതൽ ഹെഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമ്പാരിസൺസും ഒരുപാട് രീതിയിൽ മാച്ചിങ് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ടാസ്കിനെ എഫിഷ്യൻ്റ്ലി ചെയ്യാൻ പറ്റും. റൈറ്റ്, ഒരു സെക്കൻഡ് വേരിയന്റ് ആണ്. നമ്മുടെ എക്സാമ്പിൾ സെയിം നമ്മൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സപ്പോസ് 101, അപ്പോൾ ഒരു ഹെഡർ ഇവിടെ കൊടുത്തു, ഒരു ഹെഡർ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോവാണ്. നമ്മൾ ഇതിനെ വേറൊരു ടേപ്പിൽ കോപ്പി ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ടേപ്പിൽ തന്നെ വെച്ചിട്ട്
നമുക്ക് എന്താണ് മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീൻ വെച്ച് നമുക്ക് എന്താണ് അറ്റ് എ ടൈം കമ്പയർ ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ഇതുവരെ എന്താണ് ഒരു വേരിയന്റ് ഓഫ് ദി ട്യൂറിംഗ് മെഷീൻ ആണ്. അടുത്ത വേരിയന്റ് എന്ന് പറയുമ്പോൾ 2-way ഇൻഫിനിറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. അതായത് ഇതുപോലെ ഇരിക്കും. ദാറ്റ് മീൻസ് ഇവിടുന്നും ഇൻഫിനിറ്റ് ആണ്. ഓൾറൈറ്റ്. സോ 2-way ഇൻഫിനിറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ allows the tape to extend infinitely in both direction. നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷീനിൽ എങ്ങനെയായിരുന്നു? ടേപ്പ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റ്ലി ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഫൈനൈറ്റ് ആണ്, ഇവിടെയാണ് ഇൻഫിനിറ്റ് സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഇവിടെയും എക്സ്പാൻഡ് ചെയ്യുവാണ്, ഇവിടെ ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇത് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. ഓൾറൈറ്റ്. നൗ അടുത്ത ടോപ്പിക് നമ്മുടെ റിക്കേഴ്സീവ് ലാംഗ്വേജസ് ആണ്. റൈറ്റ്. സോ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് L is recursive if there exists a Turing machine that will always halt and decide whether a given string W belongs to L or not. That means recursive language എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഇഫ് എ ലാംഗ്വേജ് ഇസ് റിക്കേഴ്സീവ് എന്തായിരിക്കും? ഒരു ട്യൂറിംഗ് മെഷീൻ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. ആ ട്യൂറിംഗ് മെഷീൻ എന്താണ്? ഹോൾട്ട് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സക്സസ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ട് കാണിക്കും. പക്ഷെ എന്താണ്? തീർച്ചയായിട്ടും ഹോൾട്ട് ആവും, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ റിക്കേഴ്സീവ് ലാംഗ്വേജ്. ഇപ്പൊ റിക്കേഴ്സീവ് ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് നമ്മുടെ ഒരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ട്യൂറിംഗ് മെഷീൻ വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിനെ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറയും. ദാറ്റ് മീൻസ് ദ മെഷീൻ വിസ് ഓൾവേസ് ഹോൾട്ട്. അപ്പൊ ഹോൾട്ട് എന്ന് പറയുമ്പോൾ നിൽക്കുക. ഓൾറൈറ്റ്. നിൽക്കുന്ന വെച്ചാൽ ഒന്നെങ്കിൽ അക്സെപ്റ്റൻസ് സ്റ്റേജിൽ വന്നിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിജക്ട് സ്റ്റേറ്റിൽ വന്നിട്ട് നിൽക്കാം. പക്ഷെ എന്തായിരിക്കും? നിൽക്കുക തന്നെ ചെയ്യും. ഓൾറൈറ്റ്. So if W belongs to L, Turing machine accepts W. If W doesn't belong to L, TM എന്ന് പറയുമ്പോൾ Turing machine rejects W. That means Turing machine halts in both the cases. Right. Simple words പറയുവാണെങ്കിൽ recursive languages are those for which we can build a program. That means a Turing machine. നമുക്ക് ഒരു Turing machine construct ചെയ്യാൻ പറ്റും which always gives a yes or no answer in finite time. Alright. അതിനെ നമ്മൾ എന്താ പറയാ? നമ്മൾ റിക്കേഴ്സീവ് ലാംഗ്വേജസ് എന്ന് പറയാം. ഓൾറൈറ്റ്. ട്യൂറിംഗ് മെഷീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഒന്നെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോ എന്ന് പറയും. പക്ഷെ അത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും ഒരു ആൻസർ. ഓൾറൈറ്റ്. സപ്പോസ് നമ്മുടെ W contains equal number of zeros and ones. ഇതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ട്യൂറിംഗ് മെഷീൻ can count and compare zeros and ones. It will halt for all inputs. സോ ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ കണ്ട പോലെ 0 raised to n and 1 raised to n ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് വൺസ് കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ആണെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കത്തില്ല. റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ലാംഗ്വേജ് എന്തായിരിക്കും? റിക്കേഴ്സീവ് ലാംഗ്വേജ് ആയിരിക്കും. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്തായിരിക്കും? ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാംഗ്വേജ് L is recursively enumerable if there exists a Turing machine that will accept any string W belongs to L. That means halts and accepts, either rejects or loop forever if W doesn't belong to L. That means accept ചെയ്യുന്ന സ്റ്റേറ്റ് കേസസിൽ എന്തായിരിക്കും? അത് അക്സെപ്റ്റ് ചെയ്യും, ഏതെങ്കിലും സ്റ്റേറ്റ് വന്നിട്ട് അത് നിൽക്കും, എന്നിട്ട് ഹോൾട്ട് ആവും. പക്ഷേ റിജക്ഷൻ കേസിൽ ചിലപ്പോ നമ്മൾ എന്താണ്? ചിലപ്പോ ഹോൾട്ട് ആവും, അല്ലെങ്കിൽ ഫോറെവർ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓൾറൈറ്റ്. സോ എന്താണ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് എല്ലാം എന്താണ്? ഹോൾട്ട് ആവും. പക്ഷെ റിജക്ഷൻ, മറ്റേ നമ്മൾ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? അത് റിജക്റ്റ് ആവുകയാണെങ്കിൽ എന്താണ്? ഹോൾട്ട് ആവും. രണ്ട് കേസസിലും ഹോൾട്ട് ആവും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ റിജക്റ്റ് ആവുന്ന കേസിൽ ഒന്നെങ്കിൽ ഹോൾട്ട് ആവാം. അങ്ങനെ ഹോൾട്ട് ആവുകയാണെങ്കിൽ റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജും റിക്കേഴ്സീവ് ലാംഗ്വേജും ഒന്ന് തന്നെയാണ്. പക്ഷേ ചിലത് റിജക്റ്റ് ആവുന്ന സ്ഥലത്ത് എന്തായിരിക്കും? നേരെ ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ് പറയും. ദാറ്റ് മീൻസ് ഇഫ് W belongs to L, Turing machine halts and say yes, belong ചെയ്യുവാണ് acceptanceല്. Doesn't belong, that means rejection സ്റ്റേറ്റിലാണെങ്കിൽ TM may എന്നാണ് എഴുതിയിരിക്കുന്നത്, may never halt, ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട്. ഇത് എപ്പോഴും ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകുന്നല്ല. ഇൻഫിനിറ്റ് ലൂപ്പിൽ പോകുന്നില്ല എങ്കിൽ എന്തായിരിക്കും? അത് റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണ്. പക്ഷെ അത് ഇൻഫിനിറ്റ് ലൂപ്പിലോട്ടും പോവാം. റൈറ്റ്. അങ്ങനത്തെ ലാംഗ്വേജ് നമ്മൾ എന്ത് പറയും? റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് പറയും. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജും റിക്കേഴ്സീവ് ലാംഗ്വേജും. ഇത് റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണ്. അപ്പൊ റിക്കേഴ്സീവ് ഇതിനകത്ത് എന്താണ്? ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകുന്ന ലാംഗ്വേജസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോവാത്തല്ല, റിജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹോൾട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഇതിനകത്തുള്ളത്. ദാറ്റ് മീൻസ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജിന്റെ ചെറിയൊരു സബ്സെറ്റ് ആണ് RAC എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിക്കേഴ്സീവ് ലാംഗ്വേജും റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജും നോക്കുന്നത്.
അടുത്ത ചോംസ്കിയൻ ഹൈറാർക്കി നമുക്ക് നോക്കാം. ചോംസ്കിയൻ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ മെഷീൻസും ലാംഗ്വേജസിന്റെ ഒരു ഹൈറാർക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലെ ഇരിക്കും, ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. നമ്മൾ എന്താണ് ഇതുപോലെ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 3 ഏറ്റവും ചെറിയ ലാംഗ്വേജ് ആണ്. അത് നമ്മൾ എന്താണ് റെഗുലർ ഗ്രാമർ, അല്ലെങ്കിൽ ഇവിടെ ഗ്രാമറിന്റെ അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഗുലർ ലാംഗ്വേജ് വേണേൽ എഴുതാം. ഇവിടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, ഇത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആൻഡ് അൺറിസ്ട്രിക്റ്റഡ് ഗ്രാമർ, അതായത് നമ്മുടെ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ ലാംഗ്വേജ് ആണ്, റെഗുലർ ലാംഗ്വേജ് ആണ്. അത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നൗ യു ക്യാൻ സി ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്കും കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്, വിച്ച് ഈസ് അക്സെപ്റ്റഡ് ബൈ പുഷ് ഡൗൺ ഓട്ടോമാറ്റ് അല്ലെങ്കിൽ PDA. നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, എല്ലാ CFLസും എന്താണ് റെഗുലർ ലാംഗ്വേജ് ആണ്. യു ക്യാൻ സി ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അത് ടൈപ്പ് 3 ഇൻക്ലൂഡഡ് ആണ്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ടൈപ്പ് 2, ടൈപ്പ് 3 ഇൻക്ലൂഡഡ് ആണ്. ടൈപ്പ് 0 എന്ന് പറയുമ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് അൺറിസ്ട്രിക്റ്റഡ് ഗ്രാമറിൽ ഇതെല്ലാം വരും. റൈറ്റ്, സോ നമ്മളൊരു റെഗുലർ ഗ്രാമർ നമ്മൾ ട്യൂറിംഗ് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, പക്ഷെ നോട്ട് ദി അതർ വേ അറൗണ്ട്. റൈറ്റ്, അപ്പൊ ട്യൂറിംഗ് മെഷീനിലുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറൈറ്റ്, പക്ഷേ ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ ഉള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമുക്ക് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, സോ ടൈപ്പ് 0 എന്താണ് കുറച്ചുകൂടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്രാമർ ആണ്. ടൈപ്പ് 1 അതിനേക്കാൾ ലെസ് പവർഫുൾ ആണ്. ടൈപ്പ് 2 അതിനേക്കാൾ ലെസ് പവർഫുൾ ആണ്. ടൈപ്പ് 3 ഏറ്റവും ചെറിയ ഗ്രാമർ ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ആണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. റൈറ്റ്, സോ നമ്മൾ ടൈപ്പ് 0 നോക്കാം, അൺറിസ്ട്രിക്റ്റഡ് ഗ്രാമർ. ദാറ്റ് മീൻസ് ടൈപ്പ് 0 ഇൻക്ലൂഡ്സ് ഓൾ ഫോർമൽ ഗ്രാമർ, എല്ലാ ഗ്രാമറിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളാണ്. നൗ ടൈപ്പ് 0 ഗ്രാമർ ലാംഗ്വേജസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ട്യൂറിംഗ് മെഷീൻ. അത് നമ്മൾ നോക്കി. These languages are also known as the recursively enumerable language. Right, now ഇതിനകത്ത് recursive language വരുന്നുണ്ട്. അതിനെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ നോക്കി എന്താണ് recursive language and recursive enumerable language വ്യത്യാസം, എന്തൊക്കെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഗ്രാമർ, ഇതിന്റെ ഗ്രാമർ എങ്ങനെയായിരിക്കും ഇത് നമ്മൾ നോക്കിയില്ലായിരുന്നു. അതിനകത്ത് ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഫോമിലായിരിക്കും ആൽഫ ഗീവ്സ് ബീറ്റ, ഈ ഫോമിലായിരിക്കും ഇതിന്റെ ഗ്രാമർ ഉള്ളത്. ആൽഫ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ നോൺ ടെർമിനൽസ്, വി ഓർ ടി എന്ന് പറയുമ്പോൾ ടെർമിനൽസ്, അതിന്റെ കോമ്പിനേഷൻസും. പക്ഷെ മിനിമം എന്താണ് ഒരു വേരിയബിൾ എങ്കിലും വേണം. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് ഇങ്ങനെ വരാം. സപ്പോസ് നമ്മുടെ SAA ഗിവ്സ് ഇതും വരാം. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്, കോമ്പിനേഷൻ ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ് ഇതെല്ലാം വരാം. പക്ഷെ എന്താണ് മിനിമം എന്ത് വേണം, ഒരു വേരിയബിൾ എങ്കിലും വേണം. ഈ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം അല്ലെ. ദാറ്റ് മീൻസ് വി ഒരു വേരിയബിൾ എങ്കിലും മിനിമം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോമ്പിനേഷൻ ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ് വരാം, പക്ഷെ മിനിമം എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു വേരിയബിൾ എങ്കിലും വേണം. ടി എന്ന് പറയുമ്പോൾ ടെർമിനൽസ് ആണ്. റൈറ്റ്, ബീറ്റ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ പറയുന്നത്, കോമ്പിനേഷൻ ഓഫ് VOT വരാം. റൈറ്റ്, VOT വരാം, വെറും വി വരാം, വെറും ടി വരാം. ഓൾറൈറ്റ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സോ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. SAB ഞാൻ പറഞ്ഞ പോലെ SAB യു ക്യാൻ സി ഇതുപോലത്തെ പ്രൊഡക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരാം, വിച്ച് ഗീവ്സ് BA, ദാറ്റ് മീൻസ് ടെർമിനൽസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ആൻഡ് വേരിയബിൾ ഗീവ്സ് എ വേരിയബിൾ, ഇങ്ങനെയും വരാം. റൈറ്റ്, സോ ഈ ഫോർമാറ്റ് ആണ് നമ്മൾ ടൈപ്പ് 0 അൺറിസ്ട്രിക്റ്റഡ് ഗ്രാമർ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, വിച്ച് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ വാട്ട്, ട്യൂറിംഗ് മെഷീൻ. റൈറ്റ്, ഇതിനെ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയും, റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് നമ്മൾ പറയും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 1. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് LBA എന്ന് പറയുന്നത്, അത് നമ്മൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് അതാണ്, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റ എന്ന് പറയും. അത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്, അതായത് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ജസ്റ്റ് താഴെ വരുന്ന ലാംഗ്വേജിന്റെ പേരാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയാം. ഇവിടെ എല്ലാം ഗ്രാമറിന്റെ കോൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കറസ്പോണ്ടിങ് ഗ്രാമറിന്റെ ലാംഗ്വേജ് എന്തായിരിക്കും, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആയിരിക്കും. ഇതിന് CSG എന്ന് പറയും ഗ്രാമറിൽ, CSL നമ്മൾ ലാംഗ്വേജിന്റെ രീതിയിൽ നമ്മൾ പറയും. ഓൾറൈറ്റ്, എങ്ങനെയായിരിക്കും ഗ്രാമർ ജനറേറ്റ് ആവുന്നത്, ജനറേറ്റ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ്. ഈ ടൈപ്പ് 1 ഗ്രാമർ എന്താ ജനറേറ്റ് ചെയ്യുന്നത്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആ ജനറേറ്റ് ചെയ്യുന്നത്. ദ ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ദ ഗ്രാമർ ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ വിച്ച് മെഷീൻ, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ മെഷീൻ. ഓൾറൈറ്റ്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ടൈപ്പ് 1 എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് 1 ഗ്രാമർ ഷുഡ് ബി ടൈപ്പ് 0. തീർച്ചയായിട്ടും നമ്മൾ നോക്കി. ടൈപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് 0 ആയിരിക്കണം, കാരണം ടൈപ്പ് 0ന്റെ ഉള്ളിലാണ് ടൈപ്പ് 1 ഉള്ളത്. റൈറ്റ്, ഏത് ഫോമിലാണ് ഉള്ളത്, ആൽഫ ഗീവ്സ് ബീറ്റ ഫോമിലാണ്. ആൻഡ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, CSGയിൽ
ആൽഫയുടെ ലെങ്ത് ബീറ്റേനേക്കാളും ചെറുതായിരിക്കണം, ഈക്വൽ ആയിരിക്കാം, ചെറുതും ആവണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. പക്ഷെ ഇതിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല. ഓൾറൈറ്റ്, ഐദർ ഇറ്റ് ഈസ് ലെസ് ഓർ ഇറ്റ് ഈസ് ഈക്വൽ, റൈറ്റ്. പക്ഷെ ഇതിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല. റൈറ്റ് ഹാൻഡ് സൈഡിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ലെങ്ത്. ഓൾറൈറ്റ്, നൗ യു ക്യാൻ സേ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് നോക്കാം. എസ് ഗിവ്സ് എ ബി. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 1 ആണ്. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ലെങ്ത് എന്താണ്? 2 ആണ്. ഇവിടെ 2, 3, റൈറ്റ്. ഇത് ഈക്വൽ കണ്ടീഷന്റെ രീതിയിലാണ്. സോ ഇത് ഒരു പെർട്ടിക്കുലർ ഗ്രാമറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓൾറൈറ്റ്, സോ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആണ്. നെക്സ്റ്റ് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് 1 ആണ്, ടൈപ്പ് 0 ആണ്. ഓൾറൈറ്റ്, സോ ദ ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ദിസ് ഗ്രാമർ ഇസ് കോൾഡ് ആസ് ദ ലാംഗ്വേജ് ജനറേറ്റഡ് എന്തായിരിക്കും? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കും. ഈ ഗ്രാമറിന് നമ്മൾ എന്ത് പറയും? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയും. അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജിന് എന്ത് പറയും? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് എന്ന് പറയും, അല്ലെങ്കിൽ CFL എന്ന് പറയും. ഓൾറൈറ്റ്, നൗ ദ ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ഗ്രാമർ ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ഏത് മെഷീൻ? പുഷ് ഡൗൺ ഓട്ടോമേറ്റ മെഷീൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. In type 2, first of all, it should be type 1. All right. Now, the left-hand side of production can have only one variable. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഗീവ്സ് ബീറ്റയില് നമ്മുടെ ആൽഫ എന്തായിരിക്കും? ഒരൊറ്റ വേരിയബിൾ മാത്രമേ പാടും. നമ്മൾ നോക്കിയിരുന്ന CFGയിൽ നമ്മളെല്ലാം എങ്ങനെയാണ്? എസ് ഗീവ്സ്, എ ഗീവ്സ്, ബി ഗീവ്സ്, അല്ലെ? CFL നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയായിരുന്നു. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇതുപോലെ ഇരിക്കണം, റൈറ്റ്. ഇവിടെ കോമ്പിനേഷൻസ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ടൈപ്പ് 0 അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. ടൈപ്പ് 1 അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ വന്നു. ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡിനേക്കാളും ചെറുതാവാൻ പാടില്ല, വലുതാവാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷൻ വന്നു. ടൈപ്പ് 2 കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ വന്നു, അല്ലേ? അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ടൈപ്പ് 3 വരുമ്പോഴത്തേക്ക് അങ്ങേയറ്റം റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ ടൈപ്പ് 0 ആ നിലയിൽ എന്തായിരിക്കും? അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ ആയിരിക്കും. അപ്പൊ അതിന്റെ ലാംഗ്വേജ് എന്തായിരിക്കും? കുറച്ചുകൂടെ വലിയ ലാംഗ്വേജ് ആയിരിക്കും. ദാറ്റ് മീൻസ് വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ അൽഗോറിതംസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമർ ആയിരിക്കും. ആൻഡ് ഹെൻസ് അങ്ങനത്തെ മെഷീൻ എന്തായിരിക്കും? ഭയങ്കര പവർഫുൾ മെഷീൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ട്യൂറിംഗ് മെഷീൻ ഏറ്റവും പവർഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് പവർഫുൾ ആയിട്ട് വരുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ, അത് കഴിഞ്ഞിട്ട് വരുന്നത് PDA. ഏറ്റവും ലീസ്റ്റ് പവർഫുൾ എന്താണ്? നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണ്. സോ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ടൈപ്പ് എന്താണ്? ടൈപ്പ് 3, റൈറ്റ്. സോ ടൈപ്പ് 3 എന്താണ്? റെഗുലർ ഗ്രാമർ ആണ്. സോ യു ക്യാൻ സി ജനറേറ്റ് റെഗുലർ ലാംഗ്വേജസ്. ദീസ് ലാംഗ്വേജസ് എന്താണ്? are exactly all language that can be accepted by finite state automata. നമുക്ക് അറിയാം നന്നായിട്ട്. ടൈപ്പ് 3 is the most restricted form of grammar. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞുള്ളത്. ഏത് ഫോമിലായിരിക്കണം? ഈ ഫോമിലായിരിക്കണം. should be in the given form only. V gives VT അല്ലെങ്കിൽ ടെർമിനൽ. V gives TV. V എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾ, T എന്ന് പറഞ്ഞാൽ ടെർമിനൽ. ഒന്നെങ്കിൽ ഈ ഫോം വേരിയബിൾ ടെർമിനൽ ഫോമിലായിട്ടായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ഇത് ലെഫ്റ്റ് റെഗുലർ ഗ്രാമർ. ദാറ്റ് മീൻസ് നമ്മുടെ S gives നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ SA, റൈറ്റ്, അല്ലെങ്കിൽ S gives AS. നമുക്കറിയാം ഇതെന്താണ്? ഇത് ലെഫ്റ്റ് റെഗുലർ ആണ്, ഇത് റൈറ്റ് റെഗുലർ ആണ്. ദാറ്റ് മീൻസ് ടെർമിനൽ ആദ്യം വന്നു. നമ്മുടെ ഡെറിവേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, റൈറ്റ് ലെഫ്റ്റ് ഡിറൈവ്ഡ്, റൈറ്റ് ഡിറൈവ്ഡ് എന്ന് പറയുന്ന പോലെ. ഓൾറൈറ്റ്, സോ ഇതേ ഫോമിൽ വരാൻ പാടുള്ളൂ. ഇവിടെ വേറൊരു കോമ്പിനേഷൻ വരാൻ പാടില്ല. ഒരൊറ്റ ഫോമാറ്റ്, ഒന്നെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ, റൈറ്റ്. ദാറ്റ് മീൻസ് ഇങ്ങനെ. അപ്പൊ നോക്കി യു ക്യാൻ സി അത് കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയി. അപ്പൊ എന്താണ്? ഇതും വരാം. ഓൾറൈറ്റ്, S gives A എന്ന് വരാം. ബിക്കോസ് എന്താണ്? നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ടെർമിനൽസ് മാത്രവും വരാം. യു ക്യാൻ സി ഓർ T, അല്ലേ? സോ ഈ രണ്ട് ഫോമാറ്റിൽ മാത്രം ഇത് വരും. സോ എന്താണ്? നമ്മൾ CFGനേക്കാളും കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയി മാറി നമ്മുടെ റെഗുലർ ഗ്രാമറിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റെഗുലർ ലാംഗ്വേജസ്. ഓൾറൈറ്റ്, സോ ഏറ്റവും ലീസ്റ്റ് പവർഫുൾ മെഷീൻ ഏതാണ്? നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണ്. ഏറ്റവും മോസ്റ്റ് പവർഫുൾ മെഷീൻ എന്താണ്? നമ്മുടെ ട്യൂറിംഗ് മെഷീൻ ആണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇതാണ് നമ്മുടെ ചോംസ്കിയൻ ഹൈറാർക്കി. സോ ഈ ഫിഗർ നിങ്ങൾ ഓർക്കുന്നത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Now, linear bounded automata എന്താന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സി ആസ് ഇതാണ് ഇത്രയും കാര്യം. ഇതെന്താണ്? CSL കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, റൈറ്റ്. സോ മെഷീൻ ആണ്. ഇതെന്താണ്? ഒരു ട്യൂറിംഗ് മെഷീനിനെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ വരും. അതാണ് ഇതിന്റെ മീനിങ്. ഓൾറൈറ്റ്, സോ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ ഇസ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ whose tape is restricted to a portion of the input. Specifically, it cannot use more tape space than a linear function of the tape length. So tape length നമ്മൾ സപ്പോസ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുവാണ്, ഒരു 5 നമ്മൾ കൊടുക്കുവാണെങ്കിൽ 5ന്റെ ഫംഗ്ഷനിൽ വരുന്ന മാത്രമേ 1 2 3 4 5, റൈറ്റ്.
ഇത്ര ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ കൊടുക്കുള്ളൂ. ഇൻപുട്ടിന്റെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇൻപുട്ടിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടേപ്പിനെ റെസ്ട്രിക്ട് ചെയ്ത് ഇൻഫിനിറ്റ് ലെങ്ത് ഒന്നും ഇല്ല. ഓൾറൈറ്റ്, അപ്പൊ എന്താണ് നമ്മൾ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറയുമ്പോൾ ട്യൂറിംഗ് മെഷീൻ നമ്മൾ ബൗണ്ട് ചെയ്ത് വെച്ചു. റൈറ്റ്, അപ്പൊ നമുക്ക് ലെഫ്റ്റ് മാർക്കർ ഉണ്ട് ഇതിനകത്ത്, ലെഫ്റ്റ് മാർക്കർ അതേപോലെ റൈറ്റ് മാർക്കർ ഇതിനകത്തുണ്ട്. സോ എന്താണ് നമ്മൾ ഇതിനെ ലിമിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇതിന്റെ മെമ്മറി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. റൈറ്റ്, സോ ആൻ LB is a Turing machine with limited memory. It can only use the part of the tape that holds the input. എത്ര ഇൻപുട്ട് ഉണ്ടോ അത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ മെമ്മറി വരെയോട് ബാക്കിയുള്ള മെമ്മറീസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലീനിയർ. സോ എന്താ ട്യൂറിംഗ് മെഷീൻ തന്നെയാണ് ഒരു ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, പക്ഷെ എന്തായിരിക്കും അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. റൈറ്റ്, സോ ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെ ആയിരിക്കും. സെയിം സംഭവം തന്നെ, ക്യൂ, സിഗ്മ, നമ്മുടെ ടേപ്പ്, ആൽഫബറ്റ്, ഡെൽറ്റ, Q0, QS, ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. യു ക്യാൻ സി ഇതുപോലെ തന്നെ ട്യൂറിംഗ് മെഷീൻ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, നമ്മൾ ഇത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ലെഫ്റ്റും റൈറ്റും മാർക്കർ നമുക്കുണ്ടാവും. സോ ഹെഡ് ഓഫ് എ LBA ക്യാൻ നെവർ മൂവ് ബിയോണ്ട് ദി പോർഷൻ ഓഫ് ദി ടേപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് ദി ഇൻപുട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇൻപുട്ടിന്റെ ബൗണ്ടറി എവിടെ തീരുന്നോ അത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. Right, now space restriction, that if the length of the input length is n, so the LBA can use only order of n tape sets. റൈറ്റ്, അപ്പൊ അതിനേക്കാളും കൂടുതൽ എന്നെക്കാളും കൂടുതൽ എന്താണ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താ, ലീനിയർലി ബൗണ്ടഡ് ആയിരിക്കും ഇൻപുട്ട് സൈസിൽ. റൈറ്റ്, സോ ഇതാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ. സോ വാട്ട് ഈസ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ? CSL ലാംഗ്വേജസിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള മെഷീൻ ആണ്. അത് ട്യൂറിംഗ് മെഷീൻ തന്നെയാണ്, പക്ഷേ ഇറ്റ്സ് എ റെസ്ട്രിക്റ്റഡ് ഫോം ഓഫ് ട്യൂറിംഗ് മെഷീൻ. ഓൾറൈറ്റ്, സോ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.